ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഉച്ചയും കുത്തി മറിയാൻ ഒരിടം കൊടുത്താൽ പിന്നീട് അത് ഞമ്മന്റെ സ്വന്തമായി മാറും. മനസ്സിലായില്ലല്ലോ? അതെ, നിർമ്മല കോളേജിന്റെ വിഷയം തന്നെ. നിർമ്മല കോളേജ് മാത്രമല്ല, പല സ്കൂളുകളിലും ഇവര് നമസ്കരിക്കാൻ അനുവാദം വേണമെന്ന് പറഞ്ഞിട്ട് ബഹളമുണ്ടാക്കി. പൂന്തുറയില് സെന്റ് ഫിലോമിന എന്നും പറഞ്ഞൊരു സ്കൂളുണ്ട്. അവിടെയും തട്ടമിടണമെന്നും പറഞ്ഞ് ഇവര് പ്രശ്നം ഉണ്ടാക്കി. പള്ളിയിൽ നമസ്കരിക്കാൻ സ്ഥലമില്ല, കുഴപ്പമില്ല. എത്രയോ മസ്ജിദുകളിൽ, നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മസ്ജിദുകളിലും സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമില്ല. ഇനിയും ഇവരുടെ ഔദാര്യം എന്ന നിലയ്ക്ക് ഒരു പിൻവാതിൽ സംവരണം ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ യാത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ മസ്ജിദിന്റെ പിൻഭാഗത്തുകൂടി, സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്, അതിനകത്തൂടെ വേണമെങ്കിൽ പോയിട്ട് ഉച്ചയും കുത്തിമറിയാം. നമസ്കരിക്കാൻ ഇടം കൊടുത്ത സകലമാന ഇടങ്ങളും ഇവരിപ്പോൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുക. പുത്തരിക്കണ്ടം മൈതാനി ഉൾപ്പെടെ, തിരുവനന്തപുരം ജില്ലയിലെ ഗാന്ധി പാർക്ക് അടക്കം. ഈദ് ഗാഹിന് വേണ്ടി മുസല്ല വിരിച്ചിട്ടുണ്ടോ? അവിടെ ഒക്കെ ഞങ്ങളുടേതാണ്. അവകാശവാദം എന്താ? ഞങ്ങൾ മുമ്പ് നമസ്കരിച്ചിട്ടുണ്ട്. നമ്മോടൊപ്പം പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, സാമൂഹ്യ നിരീക്ഷകൻ കൂടി ചേരുന്നുണ്ട്. നമുക്കറിയാം, ചെമ്മത്തൊട്ടി സെയിന്റ് ജോർജ് ഫെറാണോ പള്ളിയിൽ നടന്ന സംഭവം അത് ഒരു ചെറിയ സംഭവമായി കാണാൻ സാധിക്കില്ല. കാരണം ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടോ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ്. കാരണം കുറച്ചു ദിവസം മുൻപ് അവിടെ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിയ കുറച്ചു പേർ, അതിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, ഒരു അധ്യാപകനും ഉണ്ടായിരുന്നു. അവർ ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് നിസ്കരിക്കാൻ ഇടം വേണം എന്ന് തന്നെയാണ്. പക്ഷേ അത് പള്ളി അധികാരികളോ മറ്റും സമ്മതിക്കാതെ വന്നതോടുകൂടി വലിയ ലഹളയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു കലാപത്തിലേക്ക് കടക്കുന്നു. പോലീസ് ഇടപെടുന്നു. അതെല്ലാം എല്ലായിടത്തും ഇവരിങ്ങനെയാ. തുടക്കത്തിൽ ഇവർക്ക് നമസ്കരിക്കാൻ ഇടം വേണമെന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് ക്രമേണ ആ നമസ്കരിക്കാനുള്ള ഇടം ഒരു വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅയ്ക്ക് കൂടി വേണം, നോമ്പ് തുറക്കാനുള്ള സൗകര്യത്തിന് കൂടി വേണം. കുറച്ച് കഴിയുമ്പോ പുറത്തുനിന്ന് ആൾക്കാർക്ക് വന്ന് നമസ്കരിക്കാനുള്ള സൗകര്യം വേണമെന്നാകും. ക്രമേണ ആ മസ്ജിദിന് ഒരു പേര് വീഴും. അങ്ങനെ ആയി ക്രമേണ അത് ഞമ്മന്റേതായി മാറും. ഇങ്ങനെ വഖഫാണ് എന്ന് പറഞ്ഞ് അധീനപ്പെടുത്തിയ മുതല് എത്രമാത്രം ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി, നമുക്ക് സംഗതി മനസ്സിലാവും. അവരെ പിരിച്ചുവിടുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ 2 ഊറാറ മോഷണം പോകുന്നത്. അതിൽ ഒരെണ്ണം ഇപ്പോഴും കണ്ടിട്ടില്ല, മറ്റൊന്ന് ശുചിമുറിയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. തുടക്കം ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരിടം, അത് നിങ്ങളുടെ ഔദാര്യം. ഞങ്ങൾ മതപരമായ ചിട്ടവട്ടങ്ങൾ, അനുഷ്ഠാന മുറകളൊക്കെ അനുഷ്ഠിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ്? നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ ശരിയാണല്ലോ, നമ്മളെ ഇവർ നിർബന്ധിച്ചിട്ടില്ലല്ലോ, അവരവരുടെ മതം അനുസരിച്ചിട്ട് മുമ്പോട്ട് പോയിക്കോട്ടെ, ഇതായിരിക്കും ചിന്തിക്കുക. പക്ഷേ ശ്രദ്ധിച്ചോ, മോഷണം പോകുന്നത് അതിൽ ഒരെണ്ണം ഇപ്പോഴും കണ്ടിട്ടില്ല, മറ്റൊന്ന് ശുചിമുറിയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. ഇതിൽ സംശയപരമായ ചില കാര്യങ്ങൾ തന്നെ ഇല്ലേ? ഇതില് സംശയപരമായ കാര്യങ്ങളുണ്ട്. അവിടെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, എന്റെ ഒരു സംശയം, ഈ കലോത്സവം ശിർക്കല്ലേ? കലോത്സവത്തിൽ എങ്ങനെയാണ് ഇവർ പങ്കെടുക്കുന്നത്? ജിഹാദികൾക്ക് കലോത്സവം ശിർക്കാണ്, സ്പോർട്സ് ശിർക്കാണ്, പാട്ടും ഡാൻസും എല്ലാം ശിർക്കാണ്. പിന്നെ എന്തിനാ ഇവര് ആർട്സ്, സ്പോർട്സ്? നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ കലാപരമായിട്ടുള്ള വാസനയുണ്ടെങ്കിൽ, അഭിനയമാകട്ടെ, ഇമിറ്റേറ്റ് ചെയ്യാനുള്ള പവറാകട്ടെ, എല്ലാം ഇസ്ലാമികപരമായി നോക്കിയാൽ ഷിർക്ക് എന്ന പദമല്ല അവിടെ പ്രയോഗിക്കേണ്ടത്, ഹറാമാണ്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതാണ് ഷിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കൽ. കലോത്സവം എന്ന് പറഞ്ഞാൽ ഹറാമാണ്, നമുക്ക് ഇസ്ലാമികപരമായി നിഷിദ്ധമാക്കപ്പെട്ട സംഗതിയാണ്. കലോത്സവത്തിൽ വന്നതെന്ന് തന്നെയുള്ള കാര്യത്തിൽ തന്നെ സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സെക്കുലറിസം, മതേതരത്വം മൂത്ത് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയാണ് ഞങ്ങളുടെ പള്ളി കമ്മിറ്റി. അപ്പൊ ഇവിടെ ഇതിന് സൗകര്യം ചെയ്ത് കൊടുക്കാമെന്ന് UDF-ൽ പെട്ട ആരെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടായിരിക്കും ഇവർ മിക്കവാറും അവിടെ എത്തി. അതേപറ്റി കൂടെ പള്ളി ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഈ വിശ്വാസം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ, ഇവാഞ്ചലിസം, സെക്കുലറിസം, ഇന്ത്യ അലയൻസ്, അങ്ങനെയൊക്കെയുള്ള ഐഡിയോളജി തലയ്ക്ക് പിടിച്ച കുറെ ക്രിസ്ത്യാനികളുണ്ട് ഈ പള്ളി കമ്മിറ്റിയിലും കത്തോലിക്ക കോൺഗ്രസിലും KCBM-ലും കേരള കോൺഗ്രസിലും ഒക്കെ. കാരണം ഇതിന്റെ അകത്തുനിന്ന് ഒരു ഇന്റേണൽ ഹെൽപ്പ് കൂടെ കിട്ടാനുള്ള ചാൻസ് ഞാൻ തള്ളിക്കളയുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന
ഈ വക്കഫിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണിത്. അതായത് പള്ളിയും സ്കൂളും മഠവും എല്ലാം വക്കഫായി. ഈയിടെയെല്ലാം വിവിധ ജിഹാദി നേതാക്കൾ പ്രസ്താവന ഇറക്കുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ടിപ്പുന്റെ കയ്യിൽ നിന്ന് പിടിച്ചു കൊടുത്ത സ്വത്തുക്കളൊക്കെയാണ് ക്രിസ്ത്യാനിയുടെ ഇരിക്കുന്നത്, അതുകൊണ്ട് അതെല്ലാം വക്കഫാണ്, അതെല്ലാം പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പള്ളിയും മഠവും സ്കൂളും എല്ലാം വക്കഫാക്കാനുള്ള പരിപാടിയാണ്. ഒരു പ്രാവശ്യം നിസ്കരിച്ചാൽ അവിടെ മൊത്തം വക്കഫാക്കാം. തന്നെയുമല്ല, ഇവർ ഈ രാജ്യം മുഴുവനും പിടിച്ചടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുവാണ് ഈ പുതിയ അവകാശവാദവുമായി. പഴയ രൂപത്തിൽ SDPIയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ വിചാരിച്ചിട്ട് ഈ രാജ്യത്തെ മതവൽക്കരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് രാജ്യത്തിന്റെ അറ്റം മുറിച്ച് ഹലാൽ രാജ്യമാക്കി ഒരു മാപ്പിളസ്ഥാനാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ടിപ്പു ഭരിച്ചിരുന്നു. ടിപ്പു പിടിച്ചെടുത്ത ഭൂമിയിലാണ് ഇന്ന് അച്ചായന്മാര് വീടും കൂടും പള്ളിയും ഒക്കെ വെച്ച് താമസിക്കുന്നത്. അതൊക്കെ ഇനിയിപ്പോൾ വഖഫിന് അധികാരപ്പെട്ടതാണ് എന്ന് പറയാൻ ഈ വഖഫ് ബോർഡ് മുന്നോട്ട് വരുന്നതും മുസ്ലിം പുരോഹിതന്മാർ അതിന് ചുക്കാൻ പിടിക്കുന്നതും പിന്തുണയ്ക്കുന്നതും ഇൻഷാ അല്ലാഹ് ഇൻകിലാബ്, അള്ളാഹു വിചാരിച്ചാൽ ഇസ്ലാമിക രാജ്യം ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഇവർക്ക് എപ്പോഴും ഇവരുടെ ഇതിൽ എന്താണ് സ്ത്രീകളെയും കുട്ടികളെയും പ്രവേശിപ്പിക്കാറില്ല. അപ്പൊ കുട്ടികൾക്ക് പോകാം, സ്ത്രീകളെ പ്രവേശിപ്പിക്കാറില്ല. അപ്പൊ സ്ത്രീകൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ തുടങ്ങുന്നില്ല. ഇതേ പരിപാടി തുടങ്ങിയത് പണ്ട് തുർക്കിയിലും സിറിയയിലും ഒക്കെയാണ് ഈ പരിപാടി തുടങ്ങിയത്. അതായത് ഇൻകമിങ് നമുക്ക് ഓക്കെയാണ്, ഏതു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നമ്മുടെ മതത്തിലേക്ക് വരാം. പക്ഷെ നമ്മുടെ മതത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോയാൽ അത് ഔട്ട് ഗോയിങ് തല പോകും. തുർക്കി ഖലീഫയാണ് ഒരു ജിഹാദിക്ക് എപ്പോഴേലും നിസ്കരിക്കാൻ തോന്നിയാൽ ജിമ്മികളുടെ വീട്ടിലോ സ്ഥാപനത്തിലോ കയറി നിസ്കരിക്കാവുന്നതാണ് ഉമർ പാക്ട് എന്ന് പറയുന്ന പാക്ട് പറയുന്നത്. അപ്പൊ അത് കേരളത്തില് ഇപ്പൊ ശരിയായും വക്കഫും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോലെ ഉമർ പാക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ടെസ്റ്റ് ഡോസ് നടത്തി നോക്കുന്ന പരിപാടിയാണ്. അതായത് ഒരു ജിഹാദിക്ക് വഴിയെ നടന്നു പോകുമ്പോൾ നിസ്കരിക്കണമെന്ന് തോന്നിയാൽ ഒരു കാഫറിന്റെ വീട്ടിൽ കയറുന്നു, അവനത് കൊടുത്തോണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ബലം ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് ഇവരൊരു അഗ്രഷൻ കാണിക്കുകയാണ്, ഞങ്ങൾ ഇത് വേണ്ടി വന്നാൽ പിടിച്ചെടുക്കും, ആരെങ്കിലും വരുമെന്നുള്ളത്. പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഗ്രാമത്തിൽ 100-200 ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ താമസിക്കുന്നു. ഒരു 10-20 ജിഹാദികൾ അവിടെ വന്ന് ഇവർക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് ബലം ഉണ്ടാക്കിയാൽ, ഒരുത്തന്നെ വീട്ടിൽ കയറി ബലം ഉണ്ടാക്കിയാൽ ബാക്കി 199 ക്രിസ്ത്യാനിയും ഹിന്ദുവും ഇവരെ സഹായിക്കത്തില്ല. ആ ഒരു ധൈര്യം ഇവർക്കുണ്ട്. അതായത് ഹിന്ദുവും ക്രിസ്ത്യാനിയും യുണൈറ്റഡ് അല്ല, ഞങ്ങൾക്ക് എന്ത് വേണേ ആകാം, മുഷ്ടിബലം കാണിക്കാം, അക്രമം നടത്താമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ്. അതാണ് ഈ സ്നേഹത്തിന്റെ കട എന്ന് പറയും. സ്നേഹത്തിന്റെ കടയാണ് സംഭവം. പപ്പുക്കാരും ഇന്ത്യ അലയൻസും കാണിക്കുന്ന സ്നേഹത്തിന്റെ കടയാണ്. ആ സ്നേഹത്തിന്റെ കടയ്ക്ക് വോട്ട് ചെയ്ത ക്രിസ്ത്യാനിക്ക് ഇതല്ല, ഇതിലപ്പുറം വരണമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. സ്നേഹത്തിന്റെ കടയ്ക്ക് വോട്ട് ചെയ്തവരും വോട്ട് ചോദിച്ചവരും എല്ലാം മുങ്ങിയിരിക്കല്ലേ ഈ പ്രശ്നത്തിലോട്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു മീഡിയ, ജനം TV അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മീഡിയ ഇത് ഈ സത്യം പുറത്തറിയിച്ചോ? നടന്നിട്ട് 3-4 ദിവസമായി. അപ്പൊ ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി അവരുടെ മത നിയമം നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഖലീഫ ഉമറിന്റെ നിയമങ്ങളൊക്കെ കേരളത്തിൽ കൂടെ പയ്യെ നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഹമാസ്, ഹിസ്ബുള്ള എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇന്ന് കണ്ണൂരിൽ നിന്ന് തൊട്ടടുത്ത ഒരു അമ്പലത്തിലും ഇതുപോലെ കയറി നിസ്കാരം നടത്തുകയും ഇതുപോലെ മീറ്റിംഗ് നടത്തുകയും ചെയ്ത ഒരു കാര്യം അവരിപ്പോ വിശ്വഹിന്ദു പരിഷത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ണൂർ ജില്ലയെ ഇവര് ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ട് സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കേന്ദ്രം കൃത്യമായിട്ട് പള്ളികൾക്ക് സംരക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ശ്രീലങ്കയിലെ പോലെ പള്ളിയൊക്കെ കരിയായി പോകും. അതുകൊണ്ട് കേന്ദ്രം പട്ടാളത്തെ ഇറക്കി ഈ ജിഹാദികളിൽ നിന്നും പള്ളിക്കും മഠത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കണം, അമ്പലത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കണം. കാരണം ഇത് പല ടെസ്റ്റ് ഡോസ് നടത്തുകയാണ്. ആ ഭാഗത്ത് റെസിസ്റ്റൻസ് വരുമോ, ആ ഭാഗത്ത് ഞങ്ങൾ ഖിലാഫത്ത് നടത്തിയാൽ റെസിസ്റ്റൻസ് വരുമോ എന്നുള്ള കാര്യം സൂത്രത്തിൽ ചെക്ക് ചെയ്യുന്ന ഭാഗമാണ്, ടെസ്റ്റ് ഡോസ് ഇറക്കി നോക്കുന്ന ഭാഗമാണ്. അപ്പൊ അതിനെ ഇന്റലിജൻസ് ഏജൻസികൾ കൃത്യമായിട്ട് എടുക്കണം. അതുപോലെ സഭാധികാരികൾ പേടിച്ചിരിക്കുകയാണ്, അവർ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടിയിലേക്ക് കടക്കണം. മുനമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും വഖഫിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പള്ളി ആക്രമണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സഭ കൃത്യമായിട്ട് കേന്ദ്രത്തിനോടൊപ്പം നിന്നുകൊണ്ട്, കേന്ദ്ര ഗവൺമെന്റിനോട് BJP-യോട് ഒപ്പം നിന്നുകൊണ്ട് ഈ ജിഹാദികളുടെ അന്യായങ്ങളെ ചെറുക്കണം. അൽമായ ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും രൂപത്തിൽ ഈ സാഹചര്യത്തിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാസാക്കുന്ന നിയമത്തിനോടൊപ്പം നിൽക്കുക എന്നതാണ്, BJP-യോടൊപ്പം നിൽക്കുക എന്നതാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കണമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം ഇവരെ എതിർക്കാൻ. ഇവരുടെ ഈ മതഭീകരതയെയും അടിച്ചമർത്തലിനെയും അടക്കി ഭരിക്കലിനെയും എതിർക്കാൻ അധികം ആളുകൾക്കും ധൈര്യമില്ല, ഭയമാണ്. ഈ ഭയം എതിരാളികൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കഴിവുകേട് കാരണമാണ് നമുക്കെല്ലാം നഷ്ടപ്പെടുന്നത്. നന്ദി.